Welcome to the topic mechanical vibrations. This is module 5 topic an extremely important one. Mechanical vibrations ne kurichu parayumbo ആദ്യമായിട്ട് ഓർക്കേണ്ട കാര്യം periodic motion ആണ്. Periodic വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും. റൈറ്റ് ഫ്രം ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ്. പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന മോഷൻ, എ മോഷൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്യാനായിട്ട്. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോഷൻ നമ്മൾ പീരിയോഡിക് അല്ലാത്ത മോഷൻ അപീരിയോഡിക് എന്ന് വിളിക്കാറുണ്ട്. സോ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ. സോ അതിന്റെ സ്പെസിഫിക് ഫീച്ചറും ഇത് തന്നെയാണ്, പീരിയോഡിക് മോഷൻ, പീരിയോഡിസിറ്റി. ഇത് പീരിയോഡിക് മോഷന്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് റിപ്രസെന്റ് ചെയ്യാൻ, മാത്തമാറ്റിക്കലി ചെയ്യാനായിട്ട് നമുക്ക് സൈൻ കൊസൈൻ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. പീരിയോഡിക് മോഷൻ നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില പോയിന്റ്സുകളുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ് എക്സെട്ര. മെക്കാനിക്കൽ വൈബ്രേഷൻ ഓർ സൈനോണിമസ് ആയിട്ട് നമ്മൾ ഓസിലേഷൻ എന്നൊരു ടേമും യൂസ് ചെയ്യാറുണ്ട്. മെക്കാനിക്കൽ വൈബ്രേഷൻസിന്റെ ടൈപ്സ് ആദ്യം പറയാം. നമുക്ക് ഫ്രീ വൈബ്രേഷൻസ് ഒരു കാറ്റഗറിയാണ്, ഫ്രീ വൈബ്രേഷൻസ്. പിന്നെ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്, ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് കാറ്റഗറി ഉണ്ട്. ഫ്രീ വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ ഓർ that is also called natural vibrations. So free or natural. So free vibrations, that means, just for example, നമ്മുടെ simple spring mass system consider ചെയ്യുക. So one spring is suspended, and at the end of the spring we have a mass. So initially just assume that ഇതിനെ സസ്പെൻഡ് ചെയ്തു, വൈബ്രേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് അറ്റാച്ച്ഡ്. ദെൻ ഇത് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനിഷ്യലി ഇതിനെ ഒന്ന് വലിച്ചു വിടേണ്ടി വരും. സോ ഇനിഷ്യലി വി സേ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി എക്സൈറ്റഡ്. സോ ഒരു എക്സൈറ്റേഷൻ കൊടുക്കണം ഇതിന്. സോ ഇനിഷ്യലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് അർത്ഥം. സോ ഇനിഷ്യലി നമ്മൾ ഇതിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ജസ്റ്റ് ടു ഇനിഷ്യേറ്റ്. സോ ഈ ഡയറക്ഷനിലേക്ക് പിടിച്ചൊന്ന് വലിക്കുന്നു, ആ ഡയറക്ഷനിലേക്ക് അപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് വരുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചതാണ് എക്സ് എന്ന്. സോ ഈ മാസിനെ ആദ്യം ഇനിഷ്യലി ഒന്ന് എക്സൈറ്റ് ചെയ്തു, ആൻഡ് ദെൻ ഇത് സിസ്റ്റം വൈബ്രേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ. പിന്നീട് ഇതിന് ഡ്യൂറിംഗ് ദ വൈബ്രേഷൻ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. സോ ഫ്രീ വൈബ്രേഷൻ മീൻസ് ഡ്യൂറിംഗ് ദ വൈബ്രേഷൻ there is no external force acting on the vibrating system. നമ്മുടെ ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിക് കമ്പോണൻസ് ആണ് ഇപ്പൊ ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. വൺ ഈസ് സ്പ്രിംഗ് വിത്ത് സ്റ്റിഫ്നെസ് K, stiffness, we'll come to that term, and then mass, inertia represent ചെയ്യുന്നത്. So we have mass and the stiffness now. ഈ ഒരു മെക്കാനിക്കൽ സിസ്റ്റം, യൂഷ്വലി നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ വി റിക്വയർ വൺ മോർ കമ്പോണന്റ് അപ്പാർട്ട് ഫ്രം മാസ് ആൻഡ് സ്റ്റിഫ്നെസ്. മെക്കാനിക്കൽ സിസ്റ്റമിൽ നമുക്ക് മാസ്, ദെൻ സ്റ്റിഫ്നെസ്, ഇലാസ്റ്റിക് element to provide this stiffness, and we have damping element. So mass, stiffness and damping ആണുള്ളത്. ഇവിടെ നമുക്ക് ഈ കേസിൽ ഇപ്പോ ഡാമ്പിംഗ് കാണിച്ചിട്ടില്ല. ഡാമ്പിംഗ് ഇല്ലെങ്കിൽ അത് ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആണ്. കൺസർവേറ്റീവ്, there is no energy dissipation. What is damping? So hereafter the word damping, please keep in mind, damping in the sense resistance to the vibration. So vibration damping ഉണ്ടെങ്കിൽ വൈബ്രേറ്റിംഗ് മോഷനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. കുറെ കഴിയുമ്പോൾ വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യും.
സോ അങ്ങനെയുള്ള റിയൽ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൽ ഡാമ്പിംഗ് ഉണ്ടാകാം. ഈവൻ നമ്മുടെ ഈ ഒരു കേസിൽ ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ഡാമ്പിംഗ് ഏജന്റ് എക്സ്റ്റേണൽ ആയിട്ടില്ലെങ്കിൽ പോലും ഈവൻ എയർ ക്യാൻ ആക്ട് ആസ് എ ഡാമ്പിംഗ് ഏജന്റ്. എയർ ക്യാൻ ഓഫർ റെസിസ്റ്റൻസ് ടു ദ വൈബ്രേറ്റിംഗ് മോഷൻ. നമ്മുടെ സിമ്പിൾ പെൻഡുലം കേസ് തന്നെ എടുത്താൽ മതിയാവും. സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ എന്താ? സോ വി ഹാവ് എ സ്ട്രിങ് and at the end of the string we have a bob. Okay, like this, and the bob has a mass m and the pendulum length is L, and then ഇതിനെ നമ്മൾ ഒരു എൻഡിലേക്ക് വലിച്ചിട്ട് അതങ്ങ് വിടുകയാണെങ്കിൽ so that is called initial excitation. So it will oscillate to and fro. So like this, from this position, ഈ പൊസിഷൻ നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ മീൻ പൊസിഷൻ എന്ന് വിളിക്കുക. അവിടെ നിന്ന് ഒരു എൻഡിലേക്ക് പോയി പിന്നെ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ പോയി then goes to the other side and comes back. പക്ഷെ ഇത് ഇങ്ങനെ ഈ മോഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇനിഷ്യൽ എക്സൈറ്റേഷന് ശേഷം പിന്നീട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഈ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ we have the conversion of energy. So conversion of energy from what? ഇതിനെ ഇവിടെ എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അതിന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈ മീൻ പൊസിഷനിൽ നിന്ന് ഉണ്ടായി കഴിയും. ആ സമയത്ത് അതിന് മാക്സിമം വരുന്നത് പൊട്ടൻഷ്യൽ എനർജി ബിക്കോസ് ഓഫ് പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. പൊട്ടൻഷ്യൽ എനർജി ഓർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി നമ്മൾ വിളിക്കും. അത് മാക്സിമം ആവുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ വെലോസിറ്റി 0 ആണ്. മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് സ്റ്റാർട്ട്സ് ഗെയിനിങ് വെലോസിറ്റി, അതായത് കൈനറ്റിക് എനർജി കൂടുന്നു. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ മീൻ പൊസിഷൻ, ഈ കാണിച്ചിരിക്കുന്ന മിഡ് പൊസിഷനിൽ എത്തുമ്പോൾ ദാറ്റ് വിൽ ബി ഹാവിംഗ് മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് 0 പൊട്ടൻഷ്യൽ എനർജി. And then it goes to because of the increased kinetic energy, definitely it will move to the other side. ഇവിടെ വെച്ചാണ് മാക്സിമം വെലോസിറ്റി ഉള്ളത്. അതുകൊണ്ട് അത് മറ്റേ സൈഡിലേക്ക് അങ്ങ് പോകും. വീണ്ടും ആ സൈഡിലേക്ക് പോകുമ്പോൾ അത് ഹൈറ്റ് ഗെയിൻ ചെയ്യുന്നു. അതിന്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. ഈ എക്സ്ട്രീം എൻഡിൽ എത്തുമ്പോൾ വെലോസിറ്റി റെഡ്യൂസ്ഡ് 0. സോ കൈനറ്റിക് എനർജി ഇസ് റെഡ്യൂസ്ഡ് 0. സോ കൈനറ്റിക് എനർജി 0 ആയി കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. വെലോസിറ്റി 0, so it will come back. And again the motion repeats. The process continues. Conversion of potential energy and to kinetic energy and vice versa. So this is a step. So here also the same thing. So ഈ energy conversion കൊണ്ട് ഈ motion continue ചെയ്യുന്നു. So this continued motion forever അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമിൽ ഈ ഡാമ്പിംഗ് ഏജന്റ് എന്തെങ്കിലും വേണം. So ഡാമ്പിംഗ് ഉണ്ടെങ്കിൽ ലൈക്ക് ഫ്രിക്ഷൻ, സോ ഇതുപോലുള്ളത് ഈ റെസിസ്റ്റൻസ് ടു വൈബ്രേറ്റിംഗ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് വൈബ്രേഷൻസ് വിൽ സബ്സിക്വന്റ്ലി ഡൈ ഔട്ട് ആൻഡ് അത് റെസ്റ്റിലേക്ക് സിസ്റ്റം ക്യാൻ ബി ബ്രോട്ട് ടു റെസ്റ്റ് ആഫ്റ്റർ സം ടൈം. അങ്ങനെയുള്ള വൈബ്രേഷൻസിന് നമ്മൾ ട്രാൻസിയന്റ് വൈബ്രേഷൻസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസിയന്റ് വൈബ്രേഷൻസ്. നൗ ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് വൈബ്രേഷൻസ്, പോസ്റ്റ് വൈബ്രേഷൻസ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രീ വൈബ്രേഷൻസിൽ ഇനിഷ്യൽ എക്സൈറ്റേഷനും മാത്രം നമുക്ക് ഫോഴ്സ് മതി. ആൻഡ് ദെയർ ആഫ്റ്റർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഡ്യൂറിംഗ് ദ വൈബ്രേറ്റിംഗ് മോഷൻ. അതാ ഫ്രീ വൈബ്രേഷൻ. ദെൻ പോസ്റ്റ് വൈബ്രേഷൻ, throughout the vibrating motion, throughout the vibrating period, there is external force acting on the system. ഈ external force സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ ഈ മെഷീൻ വൈബ്രേഷൻസ് ഒക്കെ അതിൽ പെടുന്നതാണ്. നമ്മൾ മെഷീൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ, ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ളപ്പോൾ മാത്രമേ, അവിടെ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ ഉള്ളപ്പോൾ മാത്രമേ വൈബ്രേഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ആ external force stop ചെയ്താൽ definitely vibration also comes to rest. Vibration will be reduced to 0. ഇനി ഇവിടെ ഇതിനുള്ള അടുത്ത ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. നമുക്ക് ഫ്രീ ആൻഡ് പോസ്റ്റ് വൈബ്രേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി പറയാവുന്ന ഒരു കാര്യം ഡാംഡ് ആൻഡ് അൺഡാംഡ് വൈബ്രേഷൻ. ഞാൻ ഓൾറെഡി ഡാമ്പിംഗ് ഏജന്റിനെ കുറിച്ച് പറഞ്ഞു. Damped or undamped vibrations.
അതിലും ഫ്രീയും ആകാം പോസ്റ്റും ആകാം. സോ ഡാംഡ് ഓർ അൺഡാംഡ്. ഡാമ്പിംഗ് ഇല്ലാത്തത് ഡാമ്പിംഗ് ഉള്ളത്. സോ ഡാംഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഡാംഡ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം വിൽ ബി നോൺ കൺസർവേറ്റീവ്. ആൻഡ് അൺഡാംഡ് വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ that is conservative. Energy is conserved. ഇവിടെ ഡാംഡില് നോൺ കൺസർവേറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ എനർജി ഡിസിപ്പേഷൻ ഉണ്ട് ഇവിടെ. സോ ഇവിടെ ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫ്രീ അൺഡാംഡ് വൈബ്രേഷൻ, സിംപ്ലസ്റ്റ് ടൈപ്പ്. ഡാമ്പിംഗ് ഇല്ല, കൺസർവേറ്റീവ് സിസ്റ്റം ആണ്. സോ ഈ വൈബ്രേറ്റിംഗ് മോഷൻ ദാറ്റ് വിൽ കണ്ടിന്യൂ ഫോർ എവർ. പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി കൺവേർഷൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സിസ്റ്റമിന്റെ ആംപ്ലിറ്റ്യൂഡ്, വൈബ്രേറ്റിംഗ് സിസ്റ്റമിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നില്ല. സോ വി ഹാവ് ദ ടേം കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. വാട്ട് ഈസ് ദാറ്റ്? Amplitude actually is the displacement, but maximum displacement. Amplitude is maximum displacement from the mean position, maximum displacement from the equilibrium position. That's important ആണ്. From the നമുക്ക് reference position ആണ് ഏത് വൈബ്രേറ്റിംഗ് സിസ്റ്റമിനും ഈ equilibrium position എന്ന് പറയുന്നത്. So the maximum displacement from the equilibrium position, that is called ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നില്ല എങ്കിൽ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കുറയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഈ ഫ്രീ അൺഡാംഡ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് സിസ്റ്റമിലാണ്, ഡാമ്പിംഗ് ഉണ്ടാവുന്നില്ല. Then we have a period, a term called time period and frequency. So this amplitude നമുക്ക് ഇനി x max or even angular displacement form ആണ് theta max എന്നൊക്കെ എഴുതാം. Then frequency we have, and frequency in the form of either omega or linear frequency we can write f. So omega എന്ന് പറയുമ്പോൾ we express it in radian per second. F in the form of linear frequency, that is hertz or cycles per second, second inverse. Cycle CPS S inverse എന്നൊക്കെ പറയാം per second. So frequency means number of cycles per second. ഇതൊരു എണ്ണമാണ്. അത് റേഡിയൻ പെർ സെക്കൻഡിൽ എടുക്കാം. What is the relation between this circular frequency or angular frequency omega and this linear frequency f? രണ്ടും ഒന്നിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലും ഒന്ന് റേഡിയൻ പെർ സെക്കൻഡ്, അതർ വൺ ഇസ് ഇൻ ഹെർട്സ്. സോ ഒമേഗ എന്ന് പറയുമ്പോൾ you can remember this 2 pi f, or f is equal to omega by 2 pi, number of cycles per second. Then we have the term called time period. So what is time period? You can represent by, let's say, capital T. This frequency is number of cycles, number of complete oscillations per second. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എണ്ണം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ്. So time taken for one complete oscillation. സെക്കൻഡ്സിൽ എത്ര ടൈം എടുക്കും, എത്ര സെക്കൻഡ്സ് എടുക്കും ഒരു കംപ്ലീറ്റ് സൈക്കിൾ പെർഫോം ചെയ്യാൻ, ഒരു വൺ വൈബ്രേറ്റിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ. വൺ വൈബ്രേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയി, ദെൻ അവിടേക്ക് തിരിച്ചു വന്നു, ദെൻ ഗോസ് ടു ദ അതർ സൈഡ് ആൻഡ് കംസ് ബാക്ക്. അതാണ്. അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് തുടങ്ങിയാൽ അപ്പുറത്തെ എക്സ്റ്റേണൽ പൊസിഷനിൽ എക്സ്ട്രീം പൊസിഷനിൽ പോയിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ തിരിച്ചെത്തുമ്പോൾ ഉള്ളതാണ്. സോ വൺ കംപ്ലീറ്റ് സൈക്കിൾ. സോ ഫുൾ റെപ്രസെന്റിങ് സർക്കുലർ പോയി പറയുകയാണെങ്കിൽ ദ കംപ്ലീറ്റ് റെവല്യൂഷൻ ഈസ് കംപ്ലീറ്റ്. ഐ മീൻ വൺ ഫുൾ റെവല്യൂഷൻ ഈസ് കംപ്ലീറ്റ്, യു ക്യാൻ സേ. സോ ടൈം പീരീഡ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. So it is 1 by f. Then there is a very important word hereafter in almost all systems. We try to find out natural frequency. Very important reference. Natural frequency. Every material body, whether living or non-living, has natural frequency, and not necessarily one, many natural frequencies. ഇപ്പൊ നമ്മൾ സാധാരണ റിയൽ സിസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് കാൻഡിലിവർ, ബീം ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ ഇൻഫൈനൈറ്റ് നാച്ചുറൽ ഫ്രീക്വൻസീസ് ഇറ്റ് ഹാസ്. അതുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ വിളിക്കും. ദെൻ നാച്ചുറൽ ഫ്രീക്വൻസി, അതില് ദെൻ ഫൈനൈറ്റ് നമ്പർ
ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് സിസ്റ്റംസ് ഓർ ലംപ്ഡ് സിസ്റ്റംസ് എന്നൊക്കെയാണ് ഫൈനൈറ്റ് നമ്പർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എണ്ണം കൂടുതലുണ്ടെങ്കിലും അതിന്റെ ലോവസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി അത് കണ്ടുപിടിക്കുന്നതിനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. ലോവസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. Fundamental mode of vibration means a vibrating system is vibrating at its lowest natural frequency. That is the meaning. And natural frequency നമ്മൾ ഇനി omega n radian per second ലാണെങ്കിൽ, otherwise നമ്മൾ fn ലാണെങ്കിൽ, conversion hertz ലാണെങ്കിൽ അതാ radian per second. N suffix stands for natural frequency. Very important reference. ഇപ്പൊ സാധാരണ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ആഫ്റ്റർ ഇഫക്റ്റ് വൈബ്രേഷന്റെ നമ്മൾ പറയാറുണ്ട്, വൈബ്രേറ്റിംഗ് സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നതും ഒക്കെ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ എ ബ്രിഡ്ജ് ആൻഡ് ഓൾ, അതിലൂടെ വെഹിക്കിൾസ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റേഷൻ കൊണ്ട് ബ്രിഡ്ജ് വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് what is that called? Resonance. Very important, devastating phenomena, in fact, resonance. And it is something that must be avoided. Resonance. That is, system vibrates, external excitation, the vibration, system in the natural frequency equal ആയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുമ്പോൾ the system will vibrate with very large, is a dangerously large amplitude. അതുവരെ ഉണ്ടായിരുന്ന ആംപ്ലിറ്റ്യൂഡ് അല്ല. തിയറിറ്റിക്കലി we say that amplitude is infinite, practically very large. So very large amplitudeൽ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ. സോ അതിന് ആ കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. കൂടുതൽ സമയം റെസൊണൻസിൽ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ സിസ്റ്റം വിൽ കൊളാപ്സ് എന്ന് നമുക്ക് പറയാം. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർത്ത് വെക്കേണ്ടത്, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. നമുക്ക് ഈ കൺവേർഷൻ ആവശ്യമുണ്ട്. സോ ദാറ്റ് സർക്കുലർ ഫ്രീക്വൻസി ഇൻ ടു ലീനിയർ ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് യൂണിറ്റ്സ്. ഒമേഗ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്, എഫ് ഇസ് ഇൻ ഹെർട്സ്. ദെൻ ടൈം പീരീഡ് വേണമെങ്കിൽ നമുക്ക് what is that 1/f, 1 frequency is the time period. What is time period? The time taken for one complete oscillation. Frequency enna adu ennamana, that is number of oscillations per unit time, that is per second you can say. Then conversion is this one. Then time period in terms of omega, what is that? F is equal to, what is f? F is equal to 1/t enna venengil ubhayikka, reciprocal thaneyana 1/t. So omega will be what? So here f is equal to 1/t. So അതുകൊണ്ട് തന്നെ omega you can say 2π/t എന്ന് യൂസ് ചെയ്യാം. Then പല സമയം നമുക്ക് ടൈം പീരീഡ് വേണ്ടി വരും from omega. So you can say time period is equal to 2π/omega. So these are the simple relations you have to keep in mind while solving the problem. So natural frequency എന്ന് പറയുമ്പോൾ നമ്മള് സിസ്റ്റം ഡാമ്പിംഗ് ഇല്ല എങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ്. സോ റിയൽ സിസ്റ്റംസ് they may have more than one natural frequency ഉണ്ടാകും. അപ്പൊ സിസ്റ്റം നമ്മൾ ഇനി അങ്ങോട്ട് there is a term called degree of freedom. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്നതിനനുസരിച്ച് നാച്ചുറൽ ഫ്രീക്വൻസികളുടെ എണ്ണവും കൂടും. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന സിംഗിൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഒരൊറ്റ മാസും ഒരു സ്പ്രിങ്ങും, രണ്ട് മാസും രണ്ട് സ്പ്രിങ്ങും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം വരയ്ക്കുകയാണെങ്കിൽ, സോ വി ഹാവ് വൺ സ്പ്രിംഗ് and at the end we have a mass, and then say this is m1, stiffness is k1, and then we have another spring attached to this mass and it is having stiffness k2, spring coefficient or stiffness, spring inde characteristic aanu. This is the second mass m2. So two masses and two springs like this. So ee oru case idine നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ ഞാൻ x എന്ന് കാണിച്ചു. ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഇൻഡിപെൻഡന്റ്ലി ഐ ഷുഡ് ഷോ one displacement for m1 and another displacement, let's say x2 for the second mass. x1 and x2 are independent, they are not dependent on one another.
So അങ്ങനെയുള്ള കേസിൽ നമ്മൾ വിളിക്കുന്നതാണ് degree of freedom is 2 actually. So degree of freedom means number of independent coordinates required to specify or required to describe the motion of a system at any instance. So number of independent coordinates required to specify the motion of a system at any instance. So that is called this degree of freedom. So important ആയിട്ടുള്ളത് minimum number ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Minimum number of coordinates. Number of independent, the key word is independent. Number of independent coordinates required to specify the motion of a vibrating system is at any instance is known as its degree of freedom. So degree of freedom 1 ഉള്ളൊരു example നമ്മളിപ്പോൾ പറഞ്ഞു. Degree of freedom 2 ഉള്ളൊരു system ഇതാണ്. So if you have 3 masses and 3 springs in between like this, then definitely the degree of freedom will be 3. And 3 independent coordinates required. See ഇതുപോലുള്ള ഒരു cantilever beam, you may be familiar with cantilever beams like this from your mechanics of solids. So a cantilever beam like this, ഇതിന് നമുക്ക് degree of freedom are infinite, in fact infinite. Degree of freedom infinite in such a system. Any real systems when vibrates damping effect ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനെയൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വൈബ്രേഷൻസിനെയൊക്കെ നമുക്ക് ട്രാൻസിയന്റ് വൈബ്രേഷൻസ് എന്ന് വിളിക്കാം. ട്രാൻസിയന്റ് വൈബ്രേഷൻസ്. വേറാസ് ഇതുപോലെ ഡാമ്പിംഗ് ഇല്ലാത്ത ആംപ്ലിറ്റ്യൂഡ് മാറാത്ത ഈ വൈബ്രേറ്റിംഗ് സിസ്റ്റം അതിനെയൊക്കെയാണെങ്കിൽ വി സേ സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡൺ ബൈ എ കൺസർവേറ്റീവ് സിസ്റ്റം. ഡാമ്പിംഗ് ഈസ് ആബ്സെന്റ്. സോ അവിടെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല. ഇറ്റ് വിൽ വൈബ്രേറ്റ് ഫോർ എവർ. So with these key points in mind, we will pass on to the next topic. Thank you.